ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +2 അക്കൗണ്ടൻസി പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ഇന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ബേസിക് കൺസെപ്റ്റ്സിലെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പാർട്ണർഷിപ്പിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് ഇത് നോക്കി മനസ്സിലാക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഇതിൻ്റെ ഒരു ഫോം പഠിച്ചു വയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ അക്കൗണ്ട് തയ്യാറാക്കിയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവർ കൊടുക്കുന്ന പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കും. ആ നെറ്റ് പ്രോഫിറ്റാണ് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ആ നെറ്റ് പ്രോഫിറ്റ് ആദ്യം ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ബൈ നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ്. നമ്മൾ ചോദ്യത്തിനുള്ളിൽ നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കും. ആ നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ആദ്യം ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. പിന്നെ പ്രോഫിറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ കുറയ്ക്കാനുണ്ടാകും, ചാർജ് ചെയ്യാനുണ്ടാകും. ആ ചാർജ് ചെയ്യാനുള്ളതെല്ലാം ഡെബിറ്റ് ചെയ്യുക ടു പാർട്ട്നേഴ്സ് സാലറി. അതായത് പ്രോഫിറ്റ് കുറയുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസ് വരുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യുക ടു പാർട്ട്നേഴ്സ് സാലറി. ഇനി പാർട്ട്ണർക്ക് ആർക്കെങ്കിലും കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണറുടെ കമ്മീഷൻ. പിന്നെ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നെങ്കിൽ അത് എത്ര പാർട്ട്ണറുണ്ട് ആ പാർട്ട്ണർമാരുടെ പേരുണ്ടെങ്കിൽ ആ പാർട്ട്ണർമാരുടെ പേരെഴുതി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുക. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി റിസർവ് അതുപോലെയുള്ള എന്തെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിസർവിൻ്റെ എമൗണ്ടാണ് അടുത്തതായിട്ട് വരുന്നത്. ടു റിസർവ്. അത് വളരെ റെയറായിട്ടേ ഈ റിസർവ് വരത്തുള്ളൂ. എല്ലായ്പ്പോഴും ഒന്നും അത് വന്നോളണമെന്നില്ല. വളരെ അപൂർവമായിട്ട് റിസർവ് വരികയുള്ളൂ. ടു റിസർവ്. ഇനി റിസർവ് ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കാണിക്കുക. പിന്നീട് പാർട്ട്ണർമാർക്ക് പ്രോഫിറ്റ് വീതിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഇൻട്രസ്റ്റ് ഓൺ ബിസിനസ്സിലേക്ക് കിട്ടുന്ന ഇൻകം, അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്ണർമാർ നമ്മൾ ഈടാക്കുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് പാർട്ട്ണർമാരുടെ പേരുണ്ടെങ്കിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അത് കൂട്ടി കാണിക്കുക. പിന്നെ പ്രോഫിറ്റ്, ഇതിൻ്റെ ഡിഫറൻസ്, ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. ഡെബിറ്റ് സൈഡ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റ് അല്ലേ, അതുകൊണ്ട് ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാനുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് ഡിവിസിബിൾ, പാർട്ട്ണർമാർക്ക് കൊടുക്കാനുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അത് പാർട്ട്ണർമാരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ അത് വീതിച്ച് കൊടുക്കുക. ഇനി ലോസ് ആണെങ്കിൽ ഇതിൽ പ്രോഫിറ്റ് ലോസ് ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ലോസ് ആണെങ്കിൽ ആ ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് അതും പാർട്ട്ണർമാരുടെ അക്കൗണ്ടിലേക്ക് വീതിച്ച് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് പ്രോഫിറ്റ് അപ്പോർഷൻ ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് തയ്യാറാക്കി കണ്ടുപിടിച്ചു. ആ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് ആ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ട്ണർമാർക്ക് വിധിച്ചു കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. സാധാരണ ഈ ബേസിക് കൺസെപ്റ്റ് എന്നുള്ള ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനും പിന്നെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനുമായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം ചെയ്യണം. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക, അതിനുശേഷം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ മോഡൽ ഞാൻ കഴിഞ്ഞ ആഴ്ച
കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിരുന്നു. അതെല്ലാവരും നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു ടോപ്പിക്കോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു ഇതിനെ സംബന്ധിക്കുന്ന ഒരു പ്രോബ്ലമായി അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. താങ്ക് യു.